നമസ്കാരം. ആർ.പി. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്നു നിൽക്കുമ്പോൾ 2018 പ്രളയം വീണ്ടും ചർച്ചാ വിഷയമാകുകയാണ്. ഇന്നലെ മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ അദ്ദേഹമാണ് ഈ ഒരു വിഷയം വീണ്ടും ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഒരു ശബ്ദരേഖ പുറത്തുവിട്ടിരിക്കുന്നു. കാര്യം വലിയ രീതിയിലുള്ള അഴിമതി, ഇത് മനുഷ്യനിർമ്മിതം തന്നെയാണ് എന്ന രീതിയിലുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പ്രളയത്തിൻ്റെ ഒരു ഭീകരമുഖം കണ്ട ഒരാൾ കൂടിയാണ് അങ്ങ്. മരണത്തിൻ്റെ മുഖത്തിൽ നിന്നും തിരിച്ചു വന്ന ഒരാളാണ്. ശരിക്കും അന്ന് നമ്മൾ തമ്മിലുള്ള സംഭാഷണത്തിൽ ഈ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ താങ്കൾ പറഞ്ഞിരുന്നു ഇത് തീർത്തും മനുഷ്യനിർമ്മിതമാണ്, അല്ലെങ്കിൽ പമ്പ പോലുള്ള ഒരു നദിയിൽ ഇത്തരത്തിൽ അസ്വാഭാവികമായൊരു വെള്ളപ്പൊക്കം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്ന് താങ്കൾ അന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഒരു സമയത്ത് വീണ്ടും ഈ ഒരു വിഷയം പൊന്തി വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? തീർച്ചയായിട്ടും ഇത് സത്യം എത്ര മൂടി വെച്ച് കഴിഞ്ഞാലും അത് കുറച്ച് കഴിയുമ്പോൾ മറനീക്കി പുറത്തു വരുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഞങ്ങളെപ്പോലെ ഈ ഒരു വെള്ളപ്പൊക്കം സർവൈവ് ചെയ്തവർ, അതിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവർ, അവരെല്ലാം നിരന്തരം ഇത് പറയുന്നുണ്ട്. അത് പമ്പയുടെ മാത്രം സ്ഥിതിയല്ല. ഞാൻ പമ്പാതീരത്തു നിന്നാണ് രക്ഷപ്പെട്ടത്. പമ്പയുടെ മാത്രം സ്ഥിതിയല്ല, കേരളത്തിലെ എല്ലാ നദികളിലും ഇതൊരു സെയിം പ്രശ്നം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. 42% എക്സ്ട്രാ മഴയുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ അത് മാനേജ് ചെയ്യുക, ഡാം മാനേജ്മെൻറ്റ് നടത്തുക എന്നുള്ളതിൽ അമ്പേ പരാജയമായിരുന്നു ഈ സർക്കാർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയോ ഈ ഒരു വിഷയം കാര്യമായിട്ട് ചർച്ച ചെയ്യാതെ സർക്കാർ രക്ഷപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇതിനകത്ത് യാതൊരു സംശയവും ഇല്ല. അതായത് വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം. സനോജ് നേരത്തെ ഇപ്പോൾ കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത് തോട്ടപ്പള്ളി സ്പിൽവേയുടെ കാര്യമാണ്. അവിടെ കരിമണൽ പുറത്തോട്ട്, അതിനും അപ്പുറം അഴിമതി നടന്നിട്ടുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേ വെള്ളം തടഞ്ഞു നിർത്തിയപ്പോൾ ഈ പറയുന്ന പ്രദേശം മുഴുവൻ വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു. പക്ഷേ ഇത് കൂടാതെ വേറെ ഒരു വലിയ സംഭവം കൂടെ നടന്നിട്ടുണ്ട്. അതായത് തോട്ടപ്പള്ളി സ്പിൽവേയുടെ കാര്യമാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് കരിമണൽ ഒലിച്ചു പോകാതിരിക്കാൻ നാട് മുങ്ങിയാലും വേണ്ടില്ല, സ്പിൽവേയിൽ വെള്ളം കെട്ടി നിർത്തണം എന്നുള്ളത്, അല്ലെങ്കിൽ വെള്ളം ഒഴുക്കി വിടാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ടാണ് നാട് മുങ്ങിയത്. പ്രത്യേകിച്ച് കുട്ടനാട് പ്രദേശത്തിൽ ഉണ്ടായ വലിയ ദുരന്തം അതിൻ്റെ ഫലമായിരുന്നു. പക്ഷേ ഇത് മാത്രമല്ല, അപ്പർ മേഖലയിലും മറ്റ് ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പം മണിയാറിലെ ഒരു വൈദ്യുതി കരാർ ഏറ്റെടുത്തിട്ടുള്ള ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ചീഫ് എഞ്ചിനീയറുടെയും മറ്റും ഒത്താശയോടുകൂടി ഡാമിൽ ഇത്രയും വെള്ളം നിറഞ്ഞപ്പോൾ പോലും വെള്ളം തുറന്നു വിടാൻ തയ്യാറായില്ല. അവസാനം വെള്ളം തുറന്നു വിട്ടത് സ്ലൂയിസ് വാൽവ് എന്നോ മറ്റോ പറയുന്ന ഇതിൻ്റെ വാൽവുണ്ട്, ആ വാൽവാണ് തുറന്നു വിട്ടത് അവസാനം ഒരു നിവർത്തിയില്ലാതെ വന്നപ്പോൾ. അതുകൊണ്ടാണ് ഇത്രയും ചെളിയും കൂടെ വന്നതെന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതാണ്, ഓരോ നദിയിലും സംഭവിച്ചത് എന്താണെന്ന്. ഇപ്പോൾ വിദേശത്തൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡാമുകളിലൊക്കെ വെള്ളം ഏറ്റവും കുറഞ്ഞ്, ഞാൻ ഇതിനെക്കുറിച്ച് പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഈ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇത് അടയ്ക്കാനും തുറക്കാനും സാധിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ വെള്ളം ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന വർഷത്തിൽ ഒരു ദിവസമെങ്കിൽ ആ ഒരു ദിവസം ഇവരിത് ടെസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഇവിടെ 20-25 വർഷങ്ങളായിട്ട് തുറക്കാത്ത വാൽവുകളായിരുന്നു ഉണ്ടായിരുന്നത്. അല്ല, അവിടെയാണ് ആർ.പി. ഒരു പ്രസക്തമായ ചോദ്യം. കാര്യം ഈ 44 നദികളാൽ സമ്പുഷ്ടമായ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെ ഒട്ടനവധി ഡാമുകൾ, കാര്യം ജലവൈദ്യുതി പദ്ധതി ഒരുപാട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട്. ഈ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം 2020 നമ്മൾ തത്വമായി തന്നെ വിവരാവകാശ നിയമപ്രകാരം ഒരു കാര്യം എടുക്കുകയുണ്ടായി. ഇവിടെ എത്ര ഡാമുകളുടെ അറ്റകുറ്റപ്പണി സ്ഥിരമായി നടക്കുന്നു. ഇത് ആദ്യഘട്ടത്തിൽ നമ്മളിത് കൊടുക്കുമ്പോൾ ജലവിഭവ വകുപ്പും വൈദ്യുതി വകുപ്പും തമ്മിൽ ഈ രേഖ അങ്ങോട്ടും ഇങ്ങോട്ടും വച്ച് കളിക്കുകയായിരുന്നു, അവർ കൃത്യമായൊരു ഉത്തരം തരാതെ. പക്ഷേ അവസാനം അവർ അവിടെയും ഇവിടെയും തൊടാതെയാണ് നമുക്കൊരു മറുപടി തന്നത്. മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്, എല്ലായിടത്തും നടക്കുന്നില്ല എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ വകയിരുത്തുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ മണിയാറിലെ കേസ് പറഞ്ഞല്ലോ, മണിയാറിലെ കേസിലെ ആ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തുകൊണ്ട് അവർക്ക് ആവശ്യത്തിന് വെള്ളം അവിടെ നിൽക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു 42% നോർമലിൽ നിന്ന് കൂടുതൽ മഴ പെയ്യുന്നു, ഇത് ഡാമിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും അപ്പുറം വെള്ളമാകും. ഇതൊന്നും ഇവരെ ബാധിക്കുന്ന വിഷയമല്ല. തോട്ടപ്പള്ളി സ്പിൽവേയുടെ കാര്യം മേരി മാതാ എന്നോ മറ്റോ പറഞ്ഞ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ള ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വാക്കായി പോകും. കൊള്ള ലാഭമൊന്നുമല്ല.
എല്ലാ ചെലവും കഴിഞ്ഞ് 100-300 കോടി രൂപയാണ് ആൾക്കാർക്ക് കിട്ടുന്നത്. 62 രൂപ പെർ ക്യൂബിക് മീറ്ററിന് മേടിച്ചിട്ട് 3000 രൂപയ്ക്കോ 2000 രൂപയ്ക്കോ ഏതാണ്ടാണ് ഇത് വിൽക്കുന്നത്. അപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പം മനുഷ്യൻ മരിച്ചാൽ എന്താണ്? ഇനി ഈ ശാസ്ത്രീയ കാര്യങ്ങൾ മൊത്തം മാറ്റിവെക്കുക. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഞങ്ങളുടെ അനുഭവം തന്നെ പറയാം. ഇപ്പം ഞാൻ പമ്പയുടെ തീരത്ത് ജനിച്ചു വളർന്ന ആളാണ്. എനിക്ക് പമ്പയുടെ ഒഴുക്കിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. പമ്പയിൽ വരുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ അതിൻ്റെ സ്പീഡിനെക്കുറിച്ച്, അത് റോഡിൽ കയറാൻ എടുക്കുന്ന സമയം അല്ലെങ്കിൽ വീടുകളുടെ സമീപത്ത് എത്താൻ എടുക്കുന്ന സമയം, ഇതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാമെന്നേ. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, എല്ലാ വർഷവും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. പക്ഷേ ഇപ്രാവശ്യം ഈ പറയുന്ന ഞാൻ പോയിട്ട് അവിടെ തന്നെ ജനിച്ച് ജീവിച്ച് മരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരുന്നു വെള്ളത്തിൻ്റെ വരവ്. അതും ചെളിയും മണ്ണും നിറഞ്ഞ വെള്ളത്തിൻ്റെ വരവ്. ആ വെള്ളത്തിൽ വലിയ വിഷാംശം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ വരവ് 3 മണിക്കൂർ കൊണ്ടാണ് രാത്രി, നമ്മുടെ അനുഭവം പറയുകയാണ്, രാത്രി 2 മണി മുതൽ വെളുപ്പിനെ 5 മണി വരെയുള്ള സമയത്തിനുള്ളിലാണ് നാട് മുങ്ങിയത്. അതിനുശേഷം പിന്നീടുള്ളതെല്ലാം അഡീഷൻ ആയിരുന്നു. ഇത്രയും സ്പീഡ് ഒരു കാരണവശാലും ഉണ്ടാവില്ല. ഇനി ഇത് സ്പീഡ് ഇവർക്ക് തുറന്ന ഷട്ടർ അടയ്ക്കാൻ പറ്റിയില്ല, അടച്ച ഷട്ടർ തുറക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ആകെ ബഹളമായിരുന്നു. അത് ഒരു വശത്ത് നിൽക്കട്ടെ. ഇനി ഇതിനൊരു മുന്നറിയിപ്പ് സംവിധാനം ഉണ്ടായിരുന്നു ഇല്ല. ഇപ്പോൾ ഈ പമ്പയുടെ തീരത്ത് ജീവിച്ച എനിക്ക്, അല്ലെങ്കിൽ ആ ദിവസം അവിടെ ഉണ്ടായിരുന്ന എനിക്കൊരു മുന്നറിയിപ്പും അധികൃതരുടെ ഭാഗത്തുനിന്ന് കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് ഒഴിഞ്ഞു പോവില്ലേ? ആ വെള്ളത്തിൽ മുങ്ങി മരിച്ച മനുഷ്യരോട് ഇവർ ഉത്തരം പറയേണ്ടതല്ലേ? അല്ല, ഈ റാന്നി മുങ്ങി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം. റാന്നി മുങ്ങിയിട്ടും താഴോട്ടുള്ള പ്രദേശങ്ങളിൽ ഇത് അറിയിച്ചില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറം വലിയ തോതിൽ ഡിസാസ്റ്റർ ഉണ്ടാവേണ്ടതായിരുന്നു തിരുവിതാംകൂർ ഭാഗത്ത്, ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള, ആറന്മുള ഉൾപ്പെടെയുള്ള. എന്താ പറ്റാഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശം, ആ പ്രദേശം മുഴുവൻ ഒരു വലിയ തോതിൽ വെള്ളത്തെ ഹോൾഡ് ചെയ്തു. അതിന് ശ്രീ കുമ്മനം രാജശേഖരനെ പോലുള്ളവരോട് വലിയ തോതിൽ നന്ദി പറയണം. കാരണം അവിടെ ഒരു വിമാനത്താവളം വന്നിരുന്നെങ്കിൽ വിമാനവും പോയനെയും താവളവും പോയനെയും അവിടെ വലിയ പ്രദേശം ഒന്നാകെ പോയനെ. പക്ഷേ അവിടെ ആ വെള്ളത്തെ മുഴുവൻ പ്രകൃതി തന്നെ ഹോൾഡ് ചെയ്തു. ആ വെള്ളത്തെ അവിടെ ഹോൾഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ ഒരൊറ്റ ദിവസം കൊണ്ട് ചെങ്ങന്നൂരിന് താഴോട്ട് കുട്ടനാട് പ്രദേശങ്ങൾ മുഴുവൻ മുങ്ങിപ്പോയേനെ. RP, ഈ സമയത്ത് മറ്റൊരു കാര്യം കൂടി ഓർമ്മയിൽ വരികയാണ്. കാര്യം അന്ന് താങ്കളുടെ കുടുംബം ഉൾപ്പെടെ അവിടെ പെട്ടുപോയപ്പോൾ താങ്കളെ എങ്ങനെ രക്ഷിച്ചെടുക്കാം എന്നുള്ള ഈ ഫോൺ കോളുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് സെക്രട്ടേറിയറ്റിൽ നിന്നൊരു വിവരം കിട്ടുന്നത്. ഈ ഏതോ ഒരു ഡാമിൻ്റെ ഷട്ടർ അവർക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല, അത് തകർന്നു പോയി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ വളരെ വ്യക്തമല്ലേ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ? അതുകൊണ്ടാണ് ഇത് പൂർണ്ണമായിട്ടും ഡാം മാനേജ്മെന്റിൽ സർക്കാരിന് പറ്റിയ വലിയ വീഴ്ചയാണ്. അത് ഡാം മാനേജ്മെന്റിലെ വീഴ്ചയും ഒപ്പം അഴിമതി കറക്റ്റാണ്. അഴിമതി നേരത്തെ പറഞ്ഞ പോലെ സ്പിൽവേയുടെ കാര്യത്തിലായാലും മണിയാറിൻ്റെ കാര്യത്തിലായാലും ഒക്കെ സംഭവിച്ചത് പൂർണ്ണമായ അഴിമതിയാണ്. ഇവർക്ക് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് അവർക്ക് ബോധ്യമായില്ല, അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ നാട്ടുകാർ മരിച്ചാൽ നമുക്കെന്താണ്? നമുക്ക് കിട്ടാനുള്ള പണം ഇനി പോലെ മന്ത്രിമാരും മറ്റ് ആൾക്കാരും ഒക്കെ ബന്ധപ്പെട്ട കമ്പനികളാണെന്നാണ് പറയുന്നത്. മാത്യു കുഴൽനാടൻ്റെ ആരോപണം ശരിയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ആദ്യ പിണറായി മന്ത്രിസഭയിലും രണ്ടാമത്തെ പിണറായി മന്ത്രിസഭയിലും ഉൾപ്പെട്ടതായിട്ടുള്ള ഏകദേശം 5ഓളം മന്ത്രിമാർ ഇതിൻ്റെ പ്രതിസ്ഥാനത്തേക്ക് വരും ആണെന്നേ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിസ്ഥാനത്ത് വരികയും അല്ലെങ്കിൽ ഇത് കൃത്യമായ അന്വേഷണം നടത്തുകയും ചെയ്ത ഇത്തരം ആൾക്കാരെ രാഷ്ട്രീയത്തിൽ പിന്നെ കാണാൻ പാടില്ല. 54 ലക്ഷം ജനങ്ങളുടെ ജീവനും സ്വത്തിനുമാണ് അപകടം ഉണ്ടാക്കിയത്. 54 ലക്ഷം ജനങ്ങൾ, അതായത് ഈ 3-3.5 കോടി ആൾക്കാരുള്ള സംസ്ഥാനത്തെ 54 ലക്ഷം ജനങ്ങൾ ഈ പ്രളയക്കെടുതിയിൽപ്പെട്ട ആൾക്കാരാണ്. ഏതാണ്ട് 450ഓളം ജീവനുകൾ നഷ്ടപ്പെട്ട ഒരു വലിയ ഡിസാസ്റ്ററാണ്. അതിൽ ഇങ്ങനെ ഒരു സംഭവം കുഴൽനാടൻ പറയുന്നത് സത്യമാണെങ്കിൽ ഈ ആൾക്കാരെ പൂർണ്ണമായിട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതാണ്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നരഹത്യക്ക് കേസെടുക്കാം. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. അധികം ആരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്, ഇതുവരെ ആരും കാര്യമായിട്ട് ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ്. ഈ സർക്കാർ വലിയ പരിസ്ഥിതി സംരക്ഷകരാണെന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകളും ചില വലിയ എഴുത്തുകാരൊക്കെ എഴുതുന്നേ കണ്ടു. പരിസ്ഥിതിയോട് ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ആണെന്ന്. ഈ വെള്ളപ്പൊക്കവും ഡാം മാനേജ്മെൻറ്റ് ഈ പറ്റിയ ഈ അഴിമതി ഇതൊക്കെ മാറ്റി നിർത്ത്. എന്തുകൊണ്ടാണ് ഇത്രയും ക്വാറികൾ ഈ സംസ്ഥാനത്തുള്ളത്? ഈ 2018 പ്രളയത്തിന് ശേഷം എത്ര മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഈ നാട്ടിലുണ്ടായിട്ടില്ല. മണൽ ഖനനം ഇപ്പോഴും നിർബാധം നടക്കുന്നു. എത്ര ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ഇത്രയും ക്വാറികൾ നിർബാധം ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും.
2018 ഈ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായതിൻ്റെ തൊട്ട് പിന്നാലെ ഇവിടെ മദ്യഷാപ്പ് തുറക്കുന്നതിലും എളുപ്പത്തിൽ തുറന്നു കൊടുത്തത് ക്വാറികളാണ്. ഇവിടെ അതായത് ജനുവരി 2019 മുതൽ ഒക്ടോബർ 2019 ഇടയിൽ 2018 ഓഗസ്റ്റിലാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. 223 പുതിയ ക്വാറികൾക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അതിൽ 147 ക്വാറികൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അംഗീകാരം കൊടുത്താണ്. മറ്റേത് ഒക്ടോബർ വരെയുള്ള കാലഘട്ടത്തിലാണ്. അതായത് ഒരു വലിയ ഡിസാസ്റ്റർ സംസ്ഥാനത്ത് നടന്നതിൻ്റെ തൊട്ട് പിന്നാലെ ക്വാറികൾക്ക് നേരിട്ട് പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കുകയാണ്. അടഞ്ഞ ക്വാറികൾ തുറന്ന് പ്രവർത്തിക്കുകയാണ്. ക്വാറികൾ അനധികൃത ക്വാറികൾ വേറെയുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ പരിസ്ഥിതി സ്നേഹം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ വെള്ളത്തിൽ മുക്കിക്കൊന്നത് ഈ രാഷ്ട്രീയക്കാരും ഭരണകർത്താക്കളുമാണ്. ഇപ്പോഴും അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിലും ഏറ്റവും പരിതാപകരവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയമുണ്ടാക്കുന്ന കാര്യം. ഒരു ഒറ്റ ചോദ്യം കൂടെ RP. നാളെ വീണ്ടും കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഒരു സർവൈവർ എന്നുള്ള നിലയിൽ, ഒരു വലിയ ഡിസാസ്റ്റർ സർവൈവർ എന്നുള്ള നിലയിൽ ഈ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ചോദ്യവുമായിട്ടാണ്, വലിയ പ്രചരണവുമായി LDF മുന്നിൽ നിൽക്കുന്നത്. അല്ല, ഈ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ചോദ്യത്തിൽ തന്നെ ഒരു ഫാസിസം ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ആരോ പറയുന്നത് കേട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫാസിസമാണ്. ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല, ഞങ്ങളെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ജനങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുക്കുമെന്നുള്ള ധാർഷ്ട്യവും അല്ലെങ്കിൽ ആ ഒരു അമിത ആത്മവിശ്വാസമാണ് അതിൽ കാണുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് അതിനെക്കുറിച്ചല്ല. ഇത് വളരെ സീരിയസ് ആയി രാഷ്ട്രീയത്തിനപ്പുറം എടുക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ആ വിഷയത്തിൽ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ആ വിഷയം കാര്യമായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഇനിയും മുമ്പോട്ട് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകില്ല, ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളതിൻ്റെ യാതൊരു ഉറപ്പും അല്ല. ഇതൊരു തെരഞ്ഞെടുപ്പ് വർത്തമാനമായി ഇത് കലാശിക്കുമോ അതോ ഇതിനപ്പുറം ഇത് നീളുപോയി ചർച്ച? അല്ല, ഇത് നീണ്ടില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ പരിസ്ഥിതി പ്രത്യാഘാതങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ഇപ്പോൾ 42% കൂടുതൽ എക്സ്ട്രാ മഴ കിട്ടിയതുകൊണ്ട് ഉണ്ടായ വെള്ളപ്പൊക്കം. പക്ഷേ ആ വെള്ളപ്പൊക്കത്തെ മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. ആ വെള്ളപ്പൊക്കത്തിന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റുമായിരുന്നല്ലോ. ആ വെള്ളപ്പൊക്കത്തിൽ ഡാം മാനേജ്മെൻറ്റ് മര്യാദയ്ക്ക് നടത്താൻ പറ്റുമായിരുന്നല്ലോ. 4 തുട്ട് കൈ പോരട്ടെ എന്ന് വിചാരിച്ച് സ്പിൽവേയും ഡാമും തുറക്കാതിരിക്കാൻ സാധിക്കുമായിരുന്നല്ലോ. ഇതൊന്നും ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെയൊന്നും ഇനിയും നടക്കില്ല എന്ന് എന്തുറപ്പാണുള്ളത്? എനിക്ക് ഒരു സർവൈവർ എന്നുള്ള നിലയിൽ അക്കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയുമില്ല. ഇവർ ഭരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഇതുപോലെ മഴ പെയ്തെന്ന് വരും. മഴ ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം പൊങ്ങും. വെള്ളം പൊങ്ങിയാൽ ഇത് തന്നെ നടക്കില്ല. ഇവരെന്ത് പാഠം പഠിച്ചു ഇതിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ 0 കാരണം ഈ ക്വാറികൾ തുറന്നു കൊടുക്കുന്നത് തന്നെ നേരിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ പോലും ക്വാറികൾ തുറന്നു കൊടുക്കുന്നത് തന്നെ ഒരു സർക്കാരിൻ്റെ പോളിസിയാണ് കാണിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമസ്കാരം. നമസ്തേ.